ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 66. കത്തോലിക്ക സഭയുടെ മതബോധനം 1086. അതനുസരിച്ച് ക്രിസ്തു പിതാവിനാൽ അയക്കപ്പെട്ടതുപോലെ ക്രിസ്തുവും സ്ലീഹന്മാരെ പരിശുദ്ധ റൂഹായാൽ നിറച്ച് അയച്ചു. അവനത് ചെയ്തത് അവർ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുന്നതിനും ദൈവപുത്രൻ തന്റെ മരണവും ഉത്ഥാനം വഴി നമ്മെ സാത്താന്റെയും മരണത്തിനെയും ശക്തിയിൽ നിന്ന് വിടിവെച്ചുവെന്നും തന്റെ പിതാവിന്റെ രാജ്യത്തിലേക്ക് നമ്മെ കൊണ്ടു ചെന്നിരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നതിനും വേണ്ടിയായിരുന്നു. അവർ പ്രഖ്യാപിച്ച രക്ഷാപ്രവൃത്തി ബലിയിലൂടെയും കൂദാശകളെയും തുടർന്ന് കൊണ്ടുപോകണമെന്നും അവൻ ആഗ്രഹിച്ചു. ബലിയും കൂദാശകളും എന്ന ദിവ്യകർമ്മങ്ങൾക്ക് ചുറ്റുമാണ് സഭയുടെ ലിറ്റർജിക്കൽ ജീവിതം ചുറ്റിത്തിരിയുന്നത്, ഭ്രമണം ചെയ്യുന്നത്. ഞാനത് ഇംഗ്ലീഷിൽ കൂടി ഒന്ന് വായിക്കുകയാണ്. Catechism of the Catholic Church 1086. Accordingly, just as Christ was sent by the Father, so also he sent apostles filled with the Holy Spirit. This he did so that they might preach the gospel to every creature and proclaim that the Son of God, by his death and resurrection, had freed us from the power of Satan and from the death and brought us into the kingdom of his Father. But he also willed that the work of salvation which they preached should set in train through the sacrifice and sacraments around which the entire liturgical life revolves. വാസ്തവത്തിൽ ഇത് രണ്ടാം വത്തിക്കാൻ സൂനോദസിന്റെ ലിറ്റർജിയെക്കുറിച്ചുള്ള പ്രമാണരേഖയുണ്ടല്ലോ, സാക്രോസാങ്ക്തും കൊഞ്ചീലിയം, 1963 തയ്യാറാക്കപ്പെട്ടതാണ്. അതിൽ നിന്ന് ഒരു പാരഗ്രാഫ് അങ്ങനെ തന്നെ എടുത്ത് എഴുതിയിരിക്കുകയാണ്, ഖണ്ഡിക 6. ഇത് പറയുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. പ്രൊട്ടസ്റ്റന്റുകാരും എറണാകുളത്തെ വിമതരും ഒക്കെ പറയുന്ന കാര്യം, യേശുവിന്റെ മരണസമയത്ത് ദേവാലയ വിരി നെടുകെ പിളർന്നു. അപ്പോൾ ഇനി നമുക്ക് നേരെ അങ്ങ് ദൈവത്തെ സമീപിക്കാം. അപ്പം ഇനി പ്രൊട്ടസ്റ്റന്റുകാർ പറയും പുരോഹിതന്മാരുടെ ആവശ്യമില്ല, ദേവാലയ വിരി ഇങ്ങനെ പിളർന്നു പോയി, നമുക്ക് ദൈവത്തെ നേരിട്ടങ്ങ് സംസാരിക്കാം, പുരോഹിതന്മാർ വേണ്ട. അപ്പോൾ കുമ്പസാരം വൈദികരോട് പറയേണ്ട കാര്യമില്ല, കുർബാനയുടെ ആവശ്യമില്ല, പൗരോഹിത്യം യേശു സ്ഥാപിച്ചിട്ടില്ല. അതായത് ലോകവും ദേവാലയം തമ്മിലുള്ള വേർതിരിവ് എടുത്തു കളഞ്ഞു, വിശുദ്ധവും അശുദ്ധവും തമ്മിലുള്ള വേർതിരിവ് എടുത്തു കളഞ്ഞു, പുരോഹിതനും അൽമാനും തമ്മിലുള്ള വേർതിരിവ് എടുത്തു കളഞ്ഞു. കാരണം രാജകീയ പൗരോഹിത്യം കൊടുത്തിരിക്കുന്നത്, ശുശ്രൂഷ പൗരോഹിത്യം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഇല്ല എന്നൊക്കെയാണ് ഇവർ വാദിക്കുന്നത്. തീർന്നില്ല, പഴയ നിയമം നിരാകരിക്കപ്പെട്ടുവെന്നും ക്രിസ്തു പുതിയ ഉടമ്പടി സ്ഥാപിച്ചപ്പോൾ പഴയ നിയമം ഏതാണ്ട് റദ്ദാക്കി എന്നുള്ള മട്ടിലാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. അതിനാൽ ക്രിസ്തു ശുശ്രൂഷ പൗരോഹിത്യം സ്ഥാപിച്ചില്ലെന്ന് പ്രൊട്ടസ്റ്റന്റുകാർ പറയും. ഏതാണ്ട് അതേ മട്ടിലാണ് ഈ വിമത വൈദികരുടെയും കെട്ടുമട്ടുമൊക്കെ. പ്രൊട്ടസ്റ്റന്റ് സഭ അല്ലെങ്കിൽ പോലും പ്രൊട്ടസ്റ്റന്റുകാർ ചെയ്യുന്ന പോലെയാണ് അവർ ചെയ്യുന്നത്. വാസ്തവത്തിൽ ക്രിസ്തു ആരെന്നറിയാതെ ക്രിസ്തു ദർശനം അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇവർ. ക്രിസ്തു ആരെന്നറിയാതെ പലരും അങ്ങനെ ശ്രമിക്കുകയാണ്. അത്തരം ബാലിശമായ ആ വ്യാഖ്യാനങ്ങളെല്ലാം കണക്കിലെടുത്തിട്ടാണ് രണ്ടാം വത്തിക്കാൻ സൂനദസ് അങ്ങനെ നന്നായിട്ട് ആഴത്തിൽ പഠിച്ചിട്ടാണ് ഈ ഖണ്ഡിക രൂപപ്പെടുത്തിയത്. ഈ ഖണ്ഡിക നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നും വളരെ സിമ്പിളാണെന്ന്, പക്ഷെ അത്ര സിമ്പിൾ അല്ല അത്. നോക്കുക, ഈ ഏറ്റായത്ത വചനം എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തു പിതാവിനാൽ അയക്കപ്പെട്ടതുപോലെ ക്രിസ്തുവും ശിഷ്യന്മാരെ പരിശുദ്ധ റൂഹായാൽ നിറച്ച് അയച്ചു. ക്രിസ്തു സ്വയം വന്നതല്ല, പിതാവ് അയച്ചതാണ്. ക്രിസ്തു സ്വന്തം ഇഷ്ടത്താൽ വന്നതല്ല, അവനെ പിതാവ് അയച്ചതാണ്. എത്ര പ്രാവശ്യമാണ് കർത്താവ് പറയണേ, എൻ്റെ പ്രബോധനം എൻ്റേതല്ല, എൻ്റെ പിതാവിൻ്റെതാണ്. എനിക്ക് സ്വതേ യാതൊന്നും ചെയ്യാൻ കഴിയില്ല, എൻ്റെ പിതാവ് ചെയ്ത് കാണുന്നല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 19 മുതൽ 30 വരെ നമുക്ക് വായിച്ച് നോക്കാം. ഈ വചനം കണ്ടിട്ട് വിശുദ്ധ അഗസ്തീനോസ് ആകെ ഞെട്ടിപ്പോയിട്ടുണ്ട്. കർത്താവ് പറയാണ്, എനിക്ക് സ്വതേ യാതൊന്നും ചെയ്യാൻ കഴിയില്ല. യോഹന്നാൻ 5:30 ഇതിങ്ങനെ ആവർത്തിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്, മറ്റു സുവിശേഷങ്ങളിലുണ്ട്. അപ്പോൾ ആഗസ്തീനോസ് ചോദിക്കുക, എന്താ യേശു ഇങ്ങനെ പറയുന്നത്? അവൻ ദൈവമല്ലേ, എന്നിട്ടാണ് എൻ്റെ സ്വതേ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയണേ? അപ്പോൾ ഈ ആഗസ്തീനോസ് ഇപ്പോൾ നമ്മൾ ഈ ബൈബിൾ വചനം വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ആൾക്കാർ എന്താ ചെയ്യണേ?
ഇതൊക്കെ കത്തോലിക്ക സഭ തെറ്റായിട്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് വേറെ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോകും. ആഴത്തിലേക്ക് പോകില്ല. ആഴത്തിലേക്ക് പോകാൻ മനുഷ്യർക്ക് മനസ്സില്ല, അല്ലെങ്കിൽ സമയമില്ല. സമയമുണ്ടെങ്കിലും മനസ്സില്ല. ആഗസ്തസ് അങ്ങനെയല്ല. അദ്ദേഹത്തിന് ഒരു ഇടർച്ച തോന്നുന്ന ഒരു വചനം കണ്ടാൽ അതിങ്ങനെ ചെകയും, ഇങ്ങനെ ആഴത്തിലേക്ക് കുഴി കുഴിച്ച് ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു വെളിപാട് പോലെ ഒരു ഉത്തരം കിട്ടുകയാണ്. 2 വാക്കുകൾ കൊണ്ട് അദ്ദേഹം അത് അവതരിപ്പിച്ചു. ഫ്രം ഫോർ, ഇംഗ്ലീഷിൽ ഫ്രം ഫോർ. ജീസസ് ഈസ് ടോട്ടലി ഫ്രം ദ ഫാദർ. ഫ്രം, ടോട്ടലി ഫ്രം ദ ഫാദർ, ടോട്ടലി ഫോർ അതേഴ്സ്, നത്തിങ് ഫോർ ഹിംസെൽഫ്. ക്രിസ്തു പൂർണ്ണമായും ദൈവത്തിൽ നിന്ന്, പൂർണ്ണമായും മറ്റുള്ളവർക്ക് വേണ്ടി, തനിക്ക് വേണ്ടി തന്നെ യാതൊന്നുമല്ല. ഞാൻ ഒന്നുകൂടി പറയാ, ക്രിസ്തു പൂർണ്ണമായും ദൈവത്തിൽ നിന്ന്. അപ്പോ സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയില്ല, സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയില്ല. പൂർണ്ണമായും ദൈവത്തിൽ നിന്നാണ്, പൂർണ്ണമായും മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ആ പൂർണ്ണമായും ദൈവത്തിൽ നിന്ന് പൂർണ്ണമായും മറ്റുള്ളവർക്ക് എന്നുള്ളതാണ് അവന് തുറന്നു കിടക്കുന്ന ആ പാർശ്വം. അതിങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. അവിടെയാണ് തോമസിന്റെ കൈവയ്ക്കാൻ പറഞ്ഞത്. നമ്മളെയൊക്കെ മാമോദീസ കൊണ്ടും തൈലാഭിഷേകം കൊണ്ടും കുർബാന കൊണ്ടും ഒട്ടിച്ചു ചേർക്കുന്ന അവിടെയാണ്. ഉത്ഥിതന്റെ ആ ജീവജലവും ഉത്ഥിതന്റെ ജീവരക്തവുമാണ് മാമോദീസയും കുർബാനയും. ഇത് വെറും ഭാവനയല്ല, ഇത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ക്രിസ്തു പൂർണ്ണമായും ദൈവത്തിൽ നിന്ന്, പൂർണ്ണമായും മറ്റുള്ളവർക്ക് വേണ്ടി. ദൈവസ്നേഹവും പരസ്നേഹവും, ഈ 2 സ്നേഹങ്ങൾ പിടിച്ചു വലിച്ചപ്പോൾ അവൻ നെടുകെ പിളർന്നു പോയി. അതാണ് ഈ ദേവാലയ വിരി എന്ന് പറയണേ. അവന്റെ ദേഹമാകുന്ന ദേവാലയ വിരിയിലൂടെയാണ് നമ്മൾ ദൈവത്തെങ്കിലേക്ക് പ്രവേശിച്ചതെന്ന് ഹെബ്രായ ലേഖനം 10:20 പറഞ്ഞിട്ടുണ്ട്. ഈ ദേവാലയ വിരി എന്ന് പറയുന്നത് യേശുവിന്റെ ദേഹമാണ്. ദേവാലയ വിരി അത് പിളർക്കപ്പെട്ടപ്പോഴാണ് നമുക്ക് പിതാവെങ്കിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നത്. ഇത് എന്റെ വ്യാഖ്യാനമല്ല, ഹെബ്രായ ലേഖനം 10:20 ഞാൻ പറയണേ, 10, 19, 20. അപ്പൊ ദേവാലയ വിരി എന്ന് പറയുന്നത് ജെറുസലം ദേവാലയത്തിലെ വിരി അല്ല പിളർക്കപ്പെട്ടത്, മറിച്ച് ഈശോയുടെ ദേഹമാകുന്ന വിരിയാണ്. ആ വിരിയിലൂടെയാണ് നമുക്ക് ദൈവത്തെങ്കിലേക്ക് പോകാൻ പറ്റുക. വിരി തുറക്കപ്പെടുമ്പോൾ, ആ വിരി തുറക്കപ്പെട്ടപ്പോഴാണ് ജീവജലമായ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുന്നത്. ജീവജലം ആ പിളർക്കപ്പെട്ട പാർശ്വത്തിൽ നിന്നാണ്. അവിടെ നിന്നാണ് കുർബാനയും വരുന്നത്, അവിടെ നിന്നാണ് സഭ വരുന്നത്. ആദാമിന്റെ പാർശ്വം പിളർന്ന് സഭ എടുക്കപ്പെട്ടതുപോലെ യേശുവിന്റെ പാർശ്വം പിളർന്ന് രക്തത്തിലും വെള്ളത്തിലും സഭ പിറന്ന് വീഴുകയാണ്. ഒരു സ്ത്രീ കുഞ്ഞിനെ രക്തത്തിലും വെള്ളത്തിലും പ്രസവിക്കുന്നത് പോലെ. അതുകൊണ്ടാണ് കുരിശുമരണത്തെ സ്ത്രീയുടെ പ്രസവ വേദനയുടെ കർത്താവ് ഉപമിച്ചത്. യോഹന്നാൻ 16:21. ചുരുക്കത്തില് ക്രിസ്തു സ്വന്തം ഇഷ്ടത്താൽ വന്നതല്ല, പിതാവ് അവൻ അയച്ചതാണ്. അതേസമയം പിതാവുമായിട്ട് ഒന്നാണ് താനും. ഞാനും പിതാവും ഒന്നാണ്. യോഹന്നാൻ 10:30. എന്റെ പ്രബോധനം എന്റേതല്ല, എന്റെ പിതാവിൻ്റെതാണ്. എനിക്ക് സ്വയമായിട്ടൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല. യോഹന്നാൻ 7:16. അതേസമയം അവൻ പൂർണ്ണമായും ദൈവപിതാവുമായിട്ട് ഒന്നാണ് താനും. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, എനിക്ക് സ്വതേ യാതൊന്നും ചെയ്യാൻ കഴിയില്ല. യോഹന്നാൻ 5:30. സ്വന്തം ഇഷ്ടം ചെയ്യാൻ യേശുവിന് കഴിയില്ല, സ്വന്തം ഇഷ്ടം ചെയ്യാൻ ക്രിസ്തുവിന് കഴിയില്ല. യോഹന്നാൻ 5:19-30 വായിക്കാം. പിതാവിന്റെ ഇഷ്ടമേ അവന് ചെയ്യാൻ കഴിയൂ. ചുരുക്കത്തില് ക്രിസ്തുവിന് പോലും, ദൈവമായിരിക്കുന്ന ക്രിസ്തുവിന് പോലും സ്വയമേവ യാതൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് പരിശുദ്ധ തൃത്വത്തിലെ ബന്ധത്തെ, സ്നേഹത്തെ വെളിപ്പെടുത്തുന്നു. അവർ തമ്മിൽ സംഭാഷണം, അവർ തമ്മിൽ ബന്ധം അത്രമേൽ ആഴത്തിലാണെന്ന്. അതേസമയം ക്രിസ്തുവിന്റെ ഒരു നിലപാടും വ്യക്തമാക്കുന്നു. എന്താണ്? പിതാവുമായി ഐക്യത്തിലേ അവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ സ്വയമേവ വന്നതല്ല, പിതാവൻ അയച്ചതാണ്. എന്നിട്ട് അതേ കർത്താവ് പറയാണ്, പിതാവൻ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ആരെ? 12 പേരെ. യോഹന്നാൻ 20:21. പിതാവൻ അയച്ചതുപോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത് എന്ന് വെച്ചാൽ, പിതാവിന്റെ ഇഷ്ടത്തിന് വിപരീതമായി യാതൊന്നും ചെയ്യാൻ ക്രിസ്തുവിന് പറ്റാത്തതുപോലെ ക്രിസ്തുവിനിൽ നിന്ന് മാറി യാതൊന്നും ചെയ്യാൻ സ്ലീഹന്മാർക്കോ അവർ പിൻഗാമികൾക്കോ കഴിയില്ല. എന്നെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല. യോഹന്നാൻ 15:5. നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിക്കുവിൻ, അത് ചെയ്തു തരും. യോഹന്നാൻ 14:13-14. യോഹന്നാൻ 15:16. ഇതുവരെ എന്റെ നാമത്തിൽ നിങ്ങൾ ഒന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കുവിൻ തരും. യോഹന്നാൻ 16:23-24. എന്നെ കൂടെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല, ഇതുവരെ എന്റെ നാമത്തിൽ ചോദിച്ചിട്ടില്ല. ഇതൊക്കെ സാധാരണ നമ്മൾ പരീക്ഷയ്ക്ക് കുട്ടിക്ക് മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ ജോലി കിട്ടണം, അങ്ങനത്തെ കാര്യങ്ങളാണോ പുത്രന്റെ നാമത്തിൽ ചോദിക്കണേ? അല്ല. പുത്രന്റെ നാമത്തിൽ ചോദിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണ്? കൂദാശകളാണ്.
എന്നെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് സ്ലീഹന്മാരോട് പറയുന്നത് കൂദാശകളെ കുറിച്ചാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിൽ ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നത് കൂദാശകളെ കുറിച്ചാണ്. ക്രിസ്തുവിന്റെ നാമത്തിൽ, ഈശോയുടെ നാമത്തിൽ നമ്മൾ ചോദിക്കുന്നത് കൂദാശകളാണ്. പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരാനുള്ള കൂദാശകള്, ഇവിടെ രക്ഷ സന്നിഹിതമാക്കാനുള്ള കൂദാശകള്, ഇവിടെ അവന്റെ ബലി ഇപ്പോൾ സന്നിഹിതമാക്കാൻ പരിശുദ്ധാത്മാവിന്റെ ആഗമനം, ഈ വക കാര്യങ്ങളാണ് യേശുവിന്റെ നാമത്തിൽ നാം ചോദിക്കുന്നത്. നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുവിൻ, ഇതുവരെ എൻ്റെ നാമത്തിൽ ചോദിച്ചിട്ടില്ല എന്നെല്ലാം പറയുന്നത് ഈ കാര്യത്തെക്കുറിച്ചാണ്. അല്ലാതെ നമ്മൾ പരീക്ഷയ്ക്ക് പാസ്സാകുന്നതോ ജോലി കിട്ടുന്നതോ സമ്പത്തിന്റെ ഈ നമ്മുടെ ലാഭനഷ്ടങ്ങളോ അതൊന്നുമല്ല. അതൊക്കെ ചോദിക്കാം, പക്ഷെ അതൊന്നും ഈശോയുടെ നാമത്തിലല്ല. ചുരുക്കത്തിൽ ഈശോ എന്ന നാമത്തിൽ നമ്മൾ ചോദിക്കുന്നത് പരിശുദ്ധാത്മാവിനെ അയക്കാനാണ്. അങ്ങനെ നമ്മൾ സമർപ്പിക്കുന്ന സംഗതികൾ കൂദാശിയായി ദൈവത്തിന്റെ പ്രവൃത്തിയായി രൂപാന്തരപ്പെടാനാണ്. ഏതെങ്കിലും പ്രവൃത്തികളെ കുറിച്ചല്ല അത് പറയുന്നത്. നിങ്ങൾക്ക് എന്നെ കൂടാതെ യാതൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നത് കൂദാശകളെ കുറിച്ചാണ്. ഇത് വളരെ കുറച്ചും കൂടി വ്യക്തമാക്കാം. ക്രിസ്തു എന്ന ആളിൽ നിൽക്കാതെ എങ്ങനെയാണ് ഒരു വൈദികന് അപ്പം എടുത്തിട്ട് ഇത് എൻ്റെ ശരീരം ആകുന്നു എന്ന് പറയാൻ പറ്റുക? ഇത് എൻ്റെ രക്തം ആകുന്നുവെന്ന് കാസയെടുത്തിട്ട് പറയാൻ പറ്റുക? ക്രിസ്തു എന്ന ആളിൽ നിൽക്കാതെ ഞാൻ നിന്റെ പാപങ്ങൾ മോചിക്കുന്നെന്ന് ഏത് വൈദികന് പറയാൻ പറ്റും? ക്രിസ്തു എന്ന ആളിൽ നിൽക്കാതെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമെന്ന് ഏത് വൈദികനോ മെത്രാനോ പറയാൻ പറ്റും? അപ്പോൾ ക്രിസ്തു എന്ന ദൈവിക ആളിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന്റെ നാമത്തിൽ അവന്റെ പ്രവൃത്തി ചെയ്യാനാണ് വൈദികൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പിതാവൻ അയച്ചതുപോലെ ഞാനും നിങ്ങൾ അയക്കുന്നു, എല്ലാവരും അല്ല. ആ അയക്കല് 12 പേരെയാണ്, 12 പേരെ പിൻഗാമികളെയാണ്. അതാണ് മെത്രാന്മാരും പുരോഹിതന്മാരെന്ന് പറയണേ. അതേക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് നമുക്ക് ഒരിക്കൽ ചർച്ച ചെയ്യാം. ഈ പൗരോഹിത്യം അവൻ സ്ഥാപിച്ചതിനെ കുറിച്ചൊക്കെ പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും വിശദമായിട്ട് പിന്നെ കാണാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക. ക്രിസ്തു എന്ന ആളിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ പ്രവൃത്തി, ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന്റെ വചനം പറഞ്ഞ് ക്രിസ്തുവിന്റെ ആത്മാവിനെ കൊണ്ടുവരാൻ ക്രിസ്തു നിയമിച്ചിരിക്കുന്ന ആളാണ് വൈദികൻ. അതുകൊണ്ട് ക്രിസ്തുവിന് പോലും സ്വയമേവ യാതൊന്നും ചെയ്യാൻ പറ്റാത്തതുപോലെ വൈദികന് ക്രിസ്തുവിലും സഭയിലും നിൽക്കാതെ ചെയ്യാൻ കഴിയില്ല ലിറ്റർജി. ഇതുകൊണ്ടാണ് എറണാകുളത്തെ ലിറ്റർജി, ഈ വിമത വൈദ്യ ലിറ്റർജി ശരിയല്ല എന്ന് പറയുന്നത്. അതാര് ശരിയെന്ന് എഴുതി കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. കാരണം അവര് മാർപ്പാപ്പ പറഞ്ഞു വിമതർ ചെയ്യുന്നത് ശീഷ്മയാണ്, അവരെ പിന്തുടരുക അരുത്. എന്നിട്ട് അവരെ പിന്തുടരുകയും അവര് പറയുന്നത് ശരിയെന്ന് എഴുതി കൊടുക്കുകയും ചെയ്താൽ അത് ക്രിസ്തുവിലായിരിക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അവര് സഭ നിർദ്ദേശിച്ച പോലെ ചെയ്യാത്തത് കൊണ്ട് അവരുടെ പ്രവൃത്തി ക്രിസ്തുവിന്റെ പ്രവൃത്തിയല്ല, സഭയുടെ പ്രവൃത്തിയല്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സഭയുടെ സ്വർഗ്ഗരാജ്യത്തെ താക്കോൽ സഭയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന് വിരുദ്ധമായിട്ട് ആരെഴുതി കൊടുത്താലും അത് ശരിയാകില്ല, എന്തിന്റെ പേരിലാണെങ്കിലും. ക്രിസ്തു എന്ന ആളിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന്റെ വചനം ക്രിസ്തു പറയുന്ന തരത്തിൽ സഭ ഏൽപ്പിച്ച തന്നിരിക്കുന്ന തരത്തിൽ പറഞ്ഞാലേ കൂദാശയാകൂ, അല്ലെങ്കിൽ അത് വെറും ഒരു ആചാരമാണ്. ഇങ്ങനെ ക്രിസ്തു എന്ന ആളിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന്റെ വചനം സഭ പറഞ്ഞ തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈദികൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വൈദികൻ ചെയ്യുമ്പോഴാണ് ആ ദൈവിക കർമ്മം കൂദാശിയാകുന്നത്, അപ്പോൾ ക്രിസ്തുവിന്റെ പ്രവൃത്തിയാകുന്നത്. സഭ തന്നതുപോലെ അല്ല ചെയ്യുന്നതെങ്കിൽ അത് ക്രിസ്തുവിന്റെ പ്രവൃത്തിയാകില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞു, ക്രിസ്തു സ്വർഗ്ഗരാജ്യത്തെ താക്കോൽ ഏൽപ്പിച്ചിരുന്ന സഭയാണ്. ആ സഭയുടെ പരമോന്നത തലവനായ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നു, വിമതര് ചെയ്യുന്നത് ശീഷ്മയാണ്, അവര് സഭയുമായി കൂട്ടായ്മയിലല്ല, അവര് വിഭാഗീയതയിലാണ്. അതുകൊണ്ട് തന്നെ അത് വലിയ തെറ്റാണ്. ശീഷ്മ എന്ന് പറഞ്ഞാൽ വലിയ തെറ്റാണത്, സഭയ്ക്ക് പുറത്താണ്. ഇനി ഈ പാരഗ്രാഫിൽ 2 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. സ്ലീഹന്മാർ അയച്ചത് എന്തിനാണ്? 2 കാര്യങ്ങൾക്ക്. ഒന്ന്, സുവിശേഷം പ്രഘോഷിക്കാൻ, അഥവാ അറിയിക്കാൻ എന്നാണ് കുറച്ചുകൂടി അല്ലേ, അനൗൺസ്. എന്താണ് ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ? യുദ്ധത്തിൽ വിജയം വരിച്ചെന്ന വാർത്തയാണ് സുവിശേഷം. ഏതെങ്കിലും വാർത്തയൊന്നും സുവിശേഷമല്ല, യുദ്ധത്തിൽ വിജയം വരിച്ചെന്ന വാർത്ത. പ്രത്യേകിച്ചും മർക്കോസിന്റെ സുവിശേഷത്തിൽ, മത്തായിലും ലൂക്കായിലും രക്ഷകന്റെ ജനനത്തെക്കുറിച്ചുള്ള വാർത്തയും സുവിശേഷമാണ്. പക്ഷെ പ്രധാനമായിട്ടും യുദ്ധത്തിൽ വിജയം വരിച്ചെന്ന വാർത്തയാണ്. അതിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? സാത്താന്റെയും മരണത്തിനും ശക്തിയിൽ നിന്ന് നമ്മൾ വിടുവിച്ചു. അതാണ് യുദ്ധത്തിൽ വിജയം വരിച്ച ആദ്യത്തെ ഘട്ടം. സാത്താന്റെയും മരണത്തിനെയും ശക്തിയിൽ നമ്മൾ വിടുവിച്ചു. ഈ സുവിശേഷം അറിയിക്കണം. അതിന്റെ 2ാമത്തെ ഭാഗം, ആ വാർത്തയുടെ 2ാമത്തെ ഭാഗം, തന്റെ പിതാവിന്റെ രാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശനം നൽകി, സ്വർഗ്ഗരാജ്യത്തിലേക്ക് ഇപ്പൊ തന്നെ പ്രവേശനം നൽകി. സാത്താന്റെ ഈ മരണത്തിനെയും ശക്തിയിൽ നമ്മൾ വിടുവിച്ചു,
തൻ്റെ പിതാവിൻ്റെ രാജ്യത്തേക്ക് പ്രവേശനം നൽകി. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചോദിക്കാം, അച്ചോ ഈ സാത്താൻ്റെയും മരണത്തിനെയും ശക്തിയും വിടുവിച്ചത് കൊണ്ട് നമ്മൾ ഇപ്പോഴും പാപം ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ സാത്താൻ്റെ നുഖത്തിന് താഴെ നമ്മളെ തല വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ അപ്പം തന്നെ ആ സാത്താൻ്റെ നുഖം ഒടിച്ചു കളയാൻ അവൻ പാപമോചനത്തിൻ്റെ കൂദാശ സ്ഥാപിച്ചിട്ടുണ്ട്. അനുരഞ്ജന കൂദാശ, കുമ്പസാരം എന്ന കൂദാശ, പ്രായശ്ചിത്തത്തിന് കൂദാശ എന്നൊക്കെ അതിന് പറയും. അപ്പോൾ എങ്ങാനും ഈ സാത്താൻ്റെ നുഖത്തിന് കീഴിൽ നമ്മൾ തലവെച്ച് കൊടുത്താൽ ഉടനെ തന്നെ അത് ഒടിച്ചു കളയാൻ സംവിധാനം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ സാത്താൻ എവിടെ ശക്തി, മരണത്തിന് എവിടെ ശക്തി? അപ്പം സാത്താൻ്റെയും മരണത്തിൻ്റെയും ശക്തിയിൽ നമ്മൾ വിടുവിച്ചു, തീർന്നില്ല. പിതാവിൻ്റെ ദൈവരാജ്യത്തേക്ക് നമ്മൾ ഇപ്പം തന്നെ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് പ്രവേശിക്കുന്ന മരണത്തിൽ, ശാരീരിക മരണത്തോടു കൂടിയാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. 2, ഈ വിമോചനത്തെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച് വെറുതെ പ്രസംഗിച്ചാൽ പോരാ, അറിയിച്ചാൽ പോരാ. അതിലേക്ക് ശരിക്കും പ്രവേശിപ്പിക്കണം. അതായത് അത് അച്ചീവ് ചെയ്യണം. വെറുതെ പ്രസംഗിച്ചാൽ മതി, സുവിശേഷം പ്രസംഗിച്ചാൽ മതിയോ? പോരല്ലോ. ഈ പെന്തക്കോസ്തകാരും ദൈവസഭക്കാരും ചെയ്താൽ പ്രസംഗിച്ചാൽ പോരല്ലോ. അത് പോരാ, അത് സംഭവിക്കണ്ടേ? ആ സുവിശേഷത്തിൽ പ്രഘോഷിച്ച കാര്യം സംഭവിക്കണ്ടേ? അത് സംഭവിക്കുന്നത് സഭയുടെ ലിറ്റർജിയിലൂടെയും കൂദാശകളിലൂടെയുമാണ്. ഇവയില്ലെങ്കിൽ, ഈ ലിറ്റർജിയും കൂദാശകളും ഇല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷം വെറും വാചകമടിയായിട്ട് മാറും. ക്രിസ്തു നേടിയ വിജയത്തെ, വിമോചനത്തെ ഇന്ന് ഇവിടെ സന്നിഹിതമാക്കുകയും ആ വിമോചനം നമുക്ക് അനുഭവവേദ്യമാക്കുകയും ചെയ്യുന്നത്, യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നത് ലിറ്റർജിയിലൂടെയും കൂദാശകളിലൂടെയുമാണ്. അതിനാണ് അവൻ സ്ലീഹന്മാരെ അയച്ചത്. പിതാവൻ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറയുന്നത് സുവിശേഷം അറിയിക്കാൻ. സുവിശേഷം അതെന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 2, ബലിയും കൂദാശകളും അർപ്പിച്ച് അതിലൂടെ ഈ രക്ഷാകർമ്മം, രക്ഷാപ്രവൃത്തി അനുഭവവേദ്യമാക്കാൻ, വെറും വാചകമടിയായി നിൽക്കാതെ, വാക്കുകൊണ്ടുള്ള കസർത്തായി നിൽക്കാതെ യാഥാർത്ഥ്യമാകാൻ ബലി വേണം. കുരിശിലെ ബലി അത് ഇവിടെ സന്നിഹിതമാക്കണം. ആ ബലി സന്നിഹിതമാക്കുന്നതാണ് ലിറ്റർജി അല്ലെങ്കിൽ വിശുദ്ധ കുർബാന. അതുപോലെ പരിശുദ്ധാത്മാവിനെയാണ് രക്ഷയുടെ ആദ്യ ഗഡുവായി നൽകിയത്, പരിശുദ്ധാത്മാവിനെയാണ്. ആ പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർക്ക്, വിശ്വാസികൾ കൊടുക്കുന്നതാണ് കൂദാശകൾ. ഇതിനാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി, വിശുദ്ധ പ്രവൃത്തി എന്നൊക്കെ പറയണേ. ഈ വക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് പിതാവൻ അയച്ചതുപോലെ ഞാനും നിങ്ങൾ അയക്കുന്നു. ഞാനൊന്ന് ആവർത്തിക്കാൻ തുറക്കെ പറഞ്ഞത്, പുത്രൻ സ്വന്തം ഇഷ്ടത്താൽ ഭൂമിയിലേക്ക് വന്നതല്ല, പിതാവ് അയച്ചതാണ്. ആ പിതാവ് അയച്ചതുപോലെയാണ് പുത്രൻ സ്ലീഹന്മാരെ അയക്കുന്നത്. എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ നിന്നുകൊണ്ടേ സഭ പറയുന്നതനുസരിച്ച് ചെയ്താലേ ഈ പറഞ്ഞ ബലിയും ലിറ്റർജിയും കൂദാശകളാകൂ. ഇത് ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് എറണാകുളത്തെ ലിറ്റർജി സാധുവല്ല, നിയമാനുസൃതമല്ല എന്ന് നമ്മൾ പറയുന്നത്. ഇതെല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ലിറ്റർജിയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത്, എല്ലാവർക്കും വേണ്ടിയാണ്. നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണം ഉള്ളത് കൊണ്ട് അത് ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രം. അപ്പോൾ നമ്മൾ വെറുതെ പറയുന്ന കാര്യങ്ങളല്ല, ഇത് സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ലിറ്റർജിയെക്കുറിച്ചുള്ള ക്ലാസ് തന്നെ നമ്മൾ ഞായറാഴ്ചകളിൽ വെക്കുന്നത്. നിങ്ങളിത് വീണ്ടും 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 കേൾക്കണമെന്നും നോട്ട് കുറിക്കണമെന്നും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.